കണ്ണമാലിയിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വൈദികർ നടത്തിയ സമരത്തിനെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസ് നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൊച്ചി സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്പുംപടി പോലീസ് സ്റ്റേഷന് മുൻപിൽ നടന്ന പ്രതിഷേധ സമരം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണമാലിയിൽ കടൽക്കയറ്റം തടയുന്നതിനായി കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് രൂപത നടത്തിയ സമരത്തിൽ ലത്തീൻ സമുദായ വക്താവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തോപ്പുംപടി പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയോടെ ജനങ്ങളുടെ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസങ്ങളടക്കം കക്ഷി രാഷ്ട്രീയത്തിലും അതുപോലെ മതവർഗ ചിന്തകൾക്ക് അതീതമായും എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുപോകുന്ന ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ ജോൺ പഴേരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ, MP ശിവദത്തൻ, ഷാജി കുറുപ്പശ്ശേരി, AC ക്ലാരൻസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സഗീർ, കൌൺസിലർ അഭിലാഷ് തോപ്പിൽ, MH ഹരീഷ്, അവരാച്ചൻ എട്ടുങ്കൽ, TM റിഫാസ്, PF ജോർജ്, ജോഷി ആന്റണി, തോമസ് ഷൈജു, CX ജൂഡ്, അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, ബ്ലോക്ക് മെമ്പർ മെറ്റിൽഡ മൈക്കിൾ, ശോഭ ആന്റണി, മഞ്ജു ടീച്ചർ, ഷീബ ഷാലി എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ആളുകളെ അടിച്ചമർത്താനുള്ള ഒരു തീരുമാനമായിട്ടാണ് കൊച്ചി MLA-യുടെ തീരുമാനമാണ് പോലീസ് നടപ്പിലാക്കുന്നത്. ഞാൻ ഈ പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു 9 മാസം കഴിയുമ്പോൾ അതെല്ലാം മാറി മറിഞ്ഞു വരും. ഞങ്ങൾ കൊച്ചിയിൽ വരും, ഇതിനൊക്കെ തിരിച്ച് ഞങ്ങൾ മറുപടി ചോദിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ദിവസം നമ്മുടെ 2 രൂപതകളുടെ നേതൃത്വത്തിൽ മെത്രാന്മാരും അച്ഛന്മാരും സന്യസ്തന്മാരുമായി നടത്തിയ സഹന സമരം, അവരെന്തിനു വേണ്ടിയായിരുന്നു ആ സമരം നടത്തിയത് എന്ന് ഇതിന് കേസെടുക്കാൻ തയ്യാറായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കാതെ വന്നത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇതിന്റെയൊക്കെ കൺമുമ്പിൽ കണ്ടതാണ്. കണ്ണമാലിയിലോ പള്ളിത്തോടോ വരുന്ന പോലീസുകാർക്ക് ഇതറിയാവുന്നതാണ്. കാരണം ഏത് കല്ല് വന്നാൽ അതിന്റെ കല്ലിന്റെ അളവ് നോക്കിയിട്ട് അതിന് 10 രൂപ 20 രൂപ കൂലി പറയുന്ന അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പ്രദേശത്തെ എത്തിച്ചു. അങ്ങനെ എടുക്കുന്ന കോൺട്രാക്ടർമാർ പണിയിട്ട് പോയാണ് ഈ ഗതികേടിലെത്തിയത്. അതിനാവശ്യമായ മുൻകരുതലുകൾ എടുത്തുകൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് നൽകി. ഇതിനുശേഷം നമുക്ക് ആ FIR നോക്കിയാൽ മനസ്സിലാവും, വൈദികരെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് 10ഓളം പേർക്കെതിരെയാണ് തോമ്പടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏകദേശം 5000-ഓളം പേർ അവിടെ തടിച്ചുകൂടിയെന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ വീഴ്ച മറയ്ക്കുവാനായിട്ട് ഒരു ട്രാഫിക് സംവിധാനം കൃത്യമായി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചെയ്യുവാനായിട്ട് സാധിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർ വൈദികരുടെ മേൽ പഴിചാരിക്കൊണ്ട് കേസെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ഗവൺമെന്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയിട്ട്, അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് വൈദികരടക്കമുള്ള നിരവധിയായ ആളുകൾ നടത്തിയ സമരം, ആ സമരം വിഭജന പങ്കാളിത്തം കൊണ്ട് ഒരു വലിയ മുന്നേറ്റമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.